ചിരട്ട കൊണ്ട് വിഗ്രഹങ്ങളും വാദ്യോപകരണങ്ങളും മറ്റ് വീട്ടുപകരണ സാധനങ്ങളും ഉണ്ടാക്കുന്ന കോട്ടയം കൈപ്പുഴ സ്വദേശി സന്തോഷിനെ നമുക്കൊന്ന് പരിചയപ്പെട്ടു വരാം. ചിരട്ട മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന കരകൗശല വസ്തുക്കൾ തേടി വിദേശത്ത് നിന്ന് പോലും ആവശ്യക്കാരെത്താറുണ്ട്. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യാൻ കൂട്ടുപിടിച്ചതാണ് ഈ കല. തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് സാധാരണ പറമ്പിലേക്ക് എറിയണതാണ്. അപ്പോൾ ഈ ചിരട്ട എങ്ങനെയാണ് ചേട്ടന് വേണ്ട സാധനങ്ങളുടെ രൂപത്തിലേക്ക് ആക്കിയെടുക്കുന്നത്? ഇത് ഒരു കപ്പ ഉണ്ടാക്കാനാണല്ലോ നമ്മൾ ഈ ചിരട്ടയുടെ ഷേപ്പ് കണ്ടുവച്ചാണ് എന്ത് സാധനം ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കപ്പ ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ കപ്പാക്കി എടുക്കും. 2 ചിരട്ട കൂട്ടി ഒട്ടിച്ചാണ് കപ്പാക്കി എടുക്കുന്നത്. അതുണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു ചിരട്ട വേണം. ഈ ചിരട്ടയിലെ കപ്പ് ഉണ്ടാക്കുന്നെങ്കിൽ നമ്മൾ ഇതുപോലെ ഇതിൻ്റെ തന്നെ വേറൊരു ചിരട്ടയുടെ പീസ് ഇങ്ങനെ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കും. ആ കട്ട് ചെയ്തെടുക്കുന്ന പീസാണ് ഇത്. ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ വെച്ച് ഒട്ടിക്കുന്നതാണ് നമ്മളൊരു കപ്പായിട്ട് കിട്ടുന്നത്. പിന്നെ ഒരു ചെറിയ കുഴയണം വെച്ച് കഴിഞ്ഞാൽ ഇത് ആർക്കും ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് പറ്റുന്നതാണ്. ഞാനൊക്കെ ആദ്യം ഇത് തന്നെയാണ് ഉണ്ടാക്കി പഠിച്ചത്. കപ്പിനൊരു 100 രൂപ 150 രൂപ വില വരുന്നുണ്ട്. സമയം എടുത്തത് ഞാൻ അയ്യപ്പനെ ഉണ്ടാക്കാനും കൃഷ്ണനെ ഉണ്ടാക്കാനുമായിരുന്നു. അത് കൃഷ്ണനെ ഉണ്ടാക്കാനായിട്ട് 1.5 മാസം എടുത്തായിരുന്നു. എല്ലാം ചെറിയ പീസായിട്ട് ചിരട്ട ഇങ്ങനെ കിടക്കുന്ന കപ്പ് ഇതുപോലത്തെ ചിരട്ടയിൽ ചെറിയ പീസാക്കി കണ്ടിച്ചാണ് ആ വിരലും ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതെല്ലാം. വേറെ തടി അതൊന്നും ചേർക്കുന്നില്ല, ഫുള്ളായിട്ട് ചിരട്ട തന്നെയാണ്. ഞാൻ എല്ലാ വർക്കിൻ്റെയും മുഖമാണ് ആദ്യം ഉണ്ടാക്കുന്നത്. പിന്നെ അങ്ങ് തുടങ്ങുന്നു. എന്തായാലും ഒരു പൂർണ്ണതയിൽ ദൈവം എനിക്ക് തീർത്തു തരുന്നുണ്ട്. അത് നാട്ടുകാരെല്ലാവരും അംഗീകരിച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കി അറിഞ്ഞിട്ടാണ് വാസൻ സാറ് ഇവിടെ വന്ന് എന്നെ ഒന്ന് ആദരിച്ചായിരുന്നു. ഇത് പുതിയൊരു ഇതിൻ്റെ അളവെടുത്ത് ചെയ്തതാണ്. അപ്പോൾ ഞാനിത് വയലും കൈകൊണ്ട് തൊട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് മേടിച്ച് വന്ന് ചിരട്ടയിൽ ഇങ്ങനെ പണിതാണ്. കമ്പിയെല്ലാം സെറ്റ് ചെയ്തത് ഞാൻ തന്നെ. പക്ഷേ എനിക്ക് ഇത് വായിക്കാൻ അറിയത്തില്ല. ഞാനീ വർക്ക് പഠിച്ചിട്ടില്ല. നമ്മളിങ്ങനെ പണിത് എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കഴിവാണ്. നമ്മളിങ്ങനെ ഇതൊരു നിമിത്തം മാത്രമേ ഉള്ളൂ. ഞാൻ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴും നല്ല കമ്പി വരെ ഞാൻ തന്നെ സെറ്റ് ചെയ്തതാണ്. എനിക്കിത് അറിയത്തില്ല. ഞാനിത് ആദ്യമായിട്ടാണ് കൈകൊണ്ട് തൊടുന്നത്. നമുക്ക് ചുറ്റും വ്യത്യസ്തമായ കഴിവുകളുള്ള എത്രയെത്ര മനുഷ്യരാണല്ലേ. സ്വന്തം ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോഴാണ് സന്തോഷേട്ടൻ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാനുള്ള തൻ്റെ കഴിവ് ഒരു വരുമാന മാർഗമായി വികസിപ്പിച്ചെടുത്തത്. ഇന്നിപ്പോൾ വിദേശത്ത് നിന്ന് പോലും ആളുകൾ ഈ വസ്തുക്കൾ തേടിയെത്തുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.